നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സുജാനിൽ. പ്രധാന വാർത്തകൾ. 10ഓളം ജില്ലാ ടീമുകൾ മാറ്റുരച്ച സൗത്ത് സോൺ IGP ഇന്റർ ഡിസ്ട്രിക്ട് ക്രിക്കറ്റ് ടൂർണമെന്റിൽ ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ ഉൾപ്പെട്ട ആലപ്പുഴ ജില്ലാ പോലീസ് ടീം ചാമ്പ്യന്മാരായി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ SUCI കമ്മ്യൂണിസ്റ്റ് സംസ്ഥാനത്തെ 32 മണ്ഡലങ്ങളിൽ മത്സരിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. 59ാമത് കളക്ടറായി K ഇമ്പശേഖർ ചുമതലയേറ്റു. ചുമതല ഒഴിഞ്ഞ കളക്ടർ അലക്സ് വർഗീസിൽ നിന്നുമാണ് അദ്ദേഹം ഔദ്യോഗിക ചുമതല ഏറ്റുവാങ്ങിയത്. പ്രീ ഡിഗ്രിക്കും തുടർന്ന് ഡിഗ്രിക്കും പഠിച്ച ആലപ്പുഴ ST കോളേജിൽ അധ്യാപകരോടും വിദ്യാർത്ഥികളോടും വോട്ട് അഭ്യർത്ഥിച്ച് H സലാം എത്തി. പത്തോളം ജില്ലാ ടീമുകൾ മാറ്റുരച്ച സൗത്ത് സോൺ IGP ഇന്റർ ഡിസ്ട്രിക്ട് ക്രിക്കറ്റ് ടൂർണമെന്റിൽ ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ ഉൾപ്പെട്ട ആലപ്പുഴ ജില്ലാ പോലീസ് ടീം ചാമ്പ്യന്മാരായി. 5 ദിവസമായി ആലപ്പുഴ ST കോളേജ് KCA ഗ്രൗണ്ടിൽ നടന്നു വന്നിരുന്ന സൗത്ത് സോൺ IGP ഇന്റർ ഡിസ്ട്രിക്ട് ക്രിക്കറ്റ് ടൂർണമെന്റിൽ ആലപ്പുഴ പോലീസ് ടീം ചാമ്പ്യന്മാരായി. ബുധനാഴ്ച രാവിലെ നടന്ന ഫൈനൽ മത്സരത്തിൽ ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ ഉൾപ്പെട്ട ആലപ്പുഴ പോലീസ് ടീം എറണാകുളം സിറ്റി പോലീസ് ടീമുമായിട്ടാണ് ഏറ്റുമുട്ടിയത്. നേരത്തെ ടോസ് നേടിയ ആലപ്പുഴ പോലീസ് ടീം എറണാകുളം സിറ്റി പോലീസ് ടീമിനെ ബാറ്റിംഗിന് അയച്ചു. 20 ഓവറിൽ 146 റൺസ് മാത്രം നേടാനേ എറണാകുളം സിറ്റി പോലീസ് ടീമിന് കഴിഞ്ഞുള്ളൂ. തുടർന്ന് ബാറ്റിംഗിനിറങ്ങിയ ആലപ്പുഴ പോലീസ് ടീം 17 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 147 റൺസ് നേടി പ്രഥമ IGP കപ്പിൽ മുത്തമിട്ടു. ആലപ്പുഴ പോലീസ് ടീമിനായി 86 റൺസ് നേടിയ അർജുനെ പ്ലെയർ ഓഫ് ദി മാച്ചായും ബെസ്റ്റ് ബാറ്റ്സ്മാനായും തെരഞ്ഞെടുത്തു. പ്ലെയർ ഓഫ് ദി സീരീസ്, ബെസ്റ്റ് ബോളർ എന്നീ വ്യക്തിഗത പുരസ്കാരത്തിനായി ആലപ്പുഴ പോലീസ് ടീമിലെ മാത്യുവിനെയും തെരഞ്ഞെടുത്തു. ആലപ്പുഴ പോലീസ് ടീമിലെ തന്നെ ജോസുവിനെയാണ് ബെസ്റ്റ് ഓൾറൗണ്ടറായി തെരഞ്ഞെടുത്തത്. നേരത്തെ IGP സ്പർജൻ കുമാർ IPS ഇരു ടീമിലെയും താരങ്ങളെ പരിചയപ്പെട്ടു. വിജയികൾക്കുള്ള സമ്മാനങ്ങളും അദ്ദേഹം വിതരണം ചെയ്തു. ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ, DYSP MR മധുബാബു, സബ് ഇൻസ്പെക്ടർ എന്നിവർ സന്നിഹിതരായിരുന്നു. KCA അമ്പയർമാരായ PG ഹരികുമാർ, ആശിഷ് എബി മാത്യു എന്നിവരായിരുന്നു ഫൈനൽ മത്സരം നിയന്ത്രിച്ചത്. KCAയുടെ അമൽരാജായിരുന്നു 5 ദിവസം നീണ്ടുനിന്ന ടൂർണമെന്റിലെ സ്കോറർ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ SUCI കമ്മ്യൂണിസ്റ്റ് സംസ്ഥാനത്തെ 32 മണ്ഡലങ്ങളിൽ മത്സരിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. SUCI കമ്മ്യൂണിസ്റ്റ് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 13 ജില്ലകളിൽ നിന്നായി 32 സീറ്റിൽ മത്സരിക്കുകയാണ്. SUCI എന്ന പ്രസ്ഥാനം മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ നിലപാട് മാധ്യമങ്ങൾക്കും നാട്ടിലെ ബഹുജനങ്ങൾക്കും അറിവുള്ളൊരു കാര്യമാണ്. ഈ വ്യത്യസ്ത മുന്നണികളെ പ്രതിനിധാനം ചെയ്ത് മത്സരരംഗത്തെത്തുന്നവർ അടിസ്ഥാനപരമായി അവരെല്ലാവരും പ്രതിനിധാനം ചെയ്യുന്നത് ഒരേ നയങ്ങളെയാണ്. അന്തിമ വിശകലനത്തിൽ ഒരു വ്യത്യസ്തതയും നമുക്ക് കാണാനില്ല. പ്രത്യേകിച്ച് അടിസ്ഥാന വിഷയങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. തെരഞ്ഞെടുപ്പ് മത്സര രംഗത്ത് ജില്ലയുടെ 59ാമത് കളക്ടറായി K ഇമ്പശേഖർ ചുമതലയേറ്റു. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് പ്രകാരം ചുമതല ഒഴിഞ്ഞ കളക്ടർ അലക്സ് വർഗീസിൽ നിന്നുമാണ് അദ്ദേഹം ഔദ്യോഗിക ചുമതല ഏറ്റുവാങ്ങിയത്. കേരള കേഡറിലെ 2015 ബാച്ചിലെ IAS ഉദ്യോഗസ്ഥനാണ് തമിഴ്നാട് നീലഗിരി സ്വദേശിയായ K ഇമ്പശേഖരൻ. 2016 കോഴിക്കോട് അസിസ്റ്റന്റ് കളക്ടറായി നിയമിതനായി. ഫോർട്ട് കൊച്ചിയിലും തിരുവനന്തപുരത്തും സബ് കളക്ടറായും കാസർഗോഡ് ജില്ലയിൽ കളക്ടറായും സേവനമനുഷ്ഠിച്ചു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഭംഗിയായും ചിട്ടയായും നടത്തുക എന്നതാണ് തന്റെ ആദ്യ ലക്ഷ്യമെന്ന് പുതുതായി ചുമതലയേറ്റ കളക്ടർ K ഇമ്പശേഖരൻ മാധ്യമങ്ങളോട് സംസാരിക്കവേ പറഞ്ഞു. 2 വർഷവും 2 ദിവസവും ജില്ലയുടെ ഭരണ സംവിധാനത്തിന് സാരഥ്യം വഹിച്ചാണ് മുൻ കളക്ടർ അലക്സ് വർഗീസ് സ്ഥാനമൊഴിയുന്നത്. 2024 മാർച്ച് 15-നാണ് അദ്ദേഹം ചുമതലയേറ്റത്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തിരക്കിട്ട നടപടിയുടെ ഭാഗമായിരുന്നു ആ സ്ഥലം മാറ്റവും. ജോൺ വി സാമുവലിന് പകരം എത്തിയ അദ്ദേഹം വേമ്പനാട്ട് കായൽ ശുചീകരണം ഉൾപ്പെടെ ജില്ലയിൽ ശ്രദ്ധേയമായ പല പദ്ധതികൾക്കും നേതൃത്വം നൽകി. വേമ്പനാട്ട് കായലിലെ മാലിന്യം നീക്കി നീരൊഴുക്ക് പുനഃസ്ഥാപിക്കുന്ന പദ്ധതി നടപ്പാക്കിയതിന് സംസ്ഥാന ഹരിത മിഷന്റെ പുരസ്കാരവും അദ്ദേഹം നേടിയിരുന്നു. വിവിധ സ്ഥാപനങ്ങളുടെ CSR ഫണ്ട് ഉപയോഗിച്ച് കുട്ടനാടിനായി 700 കോടി രൂപയുടെ പദ്ധതികളും അലക്സ് വർഗീസ് സർക്കാരിലേക്ക് സമർപ്പിച്ചിരുന്നു.
59ാമത് കളക്ടറായി കെ ഇമ്പശേഖർ ചുമതലയേറ്റു. ചുമതല ഒഴിഞ്ഞ കളക്ടർ അലക്സ് വർഗീസിൽ നിന്നുമാണ് അദ്ദേഹം ഔദ്യോഗിക ചുമതല ഏറ്റുവാങ്ങിയത്. എൻ്റെ പേര് ഇമ്പശേഖർ IAS ആണ്. 2015 കേരള കേഡർ IAS ഉദ്യോഗസ്ഥനാണ്. ഞാൻ ഇന്നലെ രാത്രി അലപ്പി ജില്ലാ കളക്ടറായിട്ട് ചാർജ് എടുത്തു. ഈ ഒരു ജില്ല വളരെ മനോഹരമായിട്ടുള്ള ഒരു ജില്ലയാണ്. ഒരുപാട് ടൂറിസം പൊട്ടൻഷ്യലുള്ള സ്ഥലമാണ്. ലോകപ്രസിദ്ധമായി അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഈ ജില്ലയ്ക്ക് വന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇമ്മീഡിയറ്റ് വർക്ക് എന്ന് പറയുന്നത് ഇലക്ഷനാണ്. അപ്പോൾ അതിനുള്ള പ്രവർത്തനങ്ങളെല്ലാം ഞാൻ റിവ്യൂ ചെയ്ത് ക്രോഡീകരിച്ച് വരികയാണ്. അപ്പോൾ അതുമായിട്ടുള്ള നല്ല ഒരു നിഷ്പക്ഷമായും നിയമപരമായും ഒരു ഇലക്ഷൻ നടത്താൻ നമ്മൾ എല്ലാ പ്ലാനും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ വിവിധ പൊളിറ്റിക്കൽ പാർട്ടി അംഗങ്ങളുടെ മീറ്റിംഗ് എടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ സെക്ടർ ഓഫീസർമാരുടെ മീറ്റിംഗ് എടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ നോഡൽ ഓഫീസർമാരുടെ മീറ്റിംഗ് എടുത്തു കഴിഞ്ഞു. നമ്മുടെ ജില്ലയിൽ ഇലക്ഷൻ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒബ്സർവർമാർ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരുടെ മീറ്റിംഗ് ഇന്ന് നടക്കുകയാണ്. അപ്പോൾ എല്ലാം സജ്ജമാണ്. നമ്മൾ നിഷ്പക്ഷമായും നിയമപരമായിട്ടും ഉള്ള ഇലക്ഷൻ നടത്താൻ എല്ലാ കാര്യങ്ങളും നമ്മൾ മുന്നെടുപ്പ് നടത്തിയിട്ടുണ്ട്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ SUCI കമ്മ്യൂണിസ്റ്റ് പാർട്ടി 32 സീറ്റിൽ മത്സരിക്കുമെന്ന് ഭാരവാഹികൾ ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള 13 ജില്ലകളിലും പാർട്ടി സ്ഥാനാർത്ഥികൾ ഇത്തവണ നോമിനേഷൻ നൽകും. ജനകീയ സമരമുഖങ്ങളിൽ നേതൃത്വം വഹിക്കുന്നവരെയാണ് സ്ഥാനാർത്ഥികളായി പാർട്ടി നിശ്ചയിച്ചിട്ടുള്ളതെന്നും ഭാരവാഹികൾ പറഞ്ഞു. കോർപ്പറേറ്റ് നയങ്ങൾ നടപ്പിലാക്കി ജനജീവിതം തകർക്കുന്ന മുന്നണികളെ തിരസ്കരിച്ച് ജനകീയ സമരശക്തിക്ക് കരുത്തു പകരുക എന്നതാണ് ഈ തിരഞ്ഞെടുപ്പിൽ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ മുദ്രാവാക്യമെന്നും അധികാരത്തിൽ വരുന്ന മുന്നണികളെല്ലാം കോർപ്പറേറ്റ് താൽപര്യം സംരക്ഷിക്കുകയും അതുവഴി ജനങ്ങളുടെ ജീവിത ദുരിതങ്ങൾ അനുദിനം വർദ്ധിപ്പിക്കുകയുമാണെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. സംസ്ഥാന സെക്രട്ടറി ജെയ്സൺ ജോസഫ്, ജില്ലാ സെക്രട്ടറി S. സീതിലാൽ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ പാർത്ഥസാരഥി വർമ്മ, T. മുരളി, അമ്പലപ്പുഴ മണ്ഡലം സ്ഥാനാർത്ഥി ജോൺസൺ മാത്യു, ഹരിപ്പാട് മണ്ഡലം സ്ഥാനാർത്ഥി VP വിദ്യ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. പ്രീ ഡിഗ്രിക്കും തുടർന്ന് ഡിഗ്രിക്കും പഠിച്ച ആലപ്പുഴ ST കോളേജിൽ അധ്യാപകരോടും വിദ്യാർത്ഥികളോടും വോട്ട് അഭ്യർത്ഥിച്ച് H. സലാം എത്തി. വിദ്യാർത്ഥി രാഷ്ട്രീയം പിന്നിട്ട് പൊതുപ്രവർത്തന രംഗത്തേക്ക് കൈപിടിച്ചുയർത്തിയ കലാലയത്തിൽ വോട്ട് അഭ്യർത്ഥിച്ച LDF സ്ഥാനാർത്ഥി H. സലാം കോളേജിലെ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുവാൻ പ്രീ ഡിഗ്രിക്കും തുടർന്ന് ഡിഗ്രിക്കും പഠിച്ച ആലപ്പുഴ ST കോളേജിലാണ് H. സലാം വോട്ട് അഭ്യർത്ഥിച്ച് എത്തിയത്. രാവിലെ 10:30 ക്യാമ്പസിലെത്തിയ സ്ഥാനാർത്ഥിയെ SFI പ്രവർത്തകർ മുദ്രാവാക്യം വിളികളോടെയാണ് വരവേറ്റത്. വിവിധ വിഭാഗങ്ങളിലെ അധ്യാപകരും അധ്യാപക സംഘടനാ പ്രവർത്തകരുമെത്തി H. സലാമിനെ കോളേജിലേക്ക് സ്വീകരിച്ചാനയിച്ചു. തുടർന്ന് ഓഫീസ്, സ്റ്റാഫ് മുറികൾ, വിവിധ ക്ലാസ് മുറികൾ എന്നിവിടങ്ങളിൽ അധ്യാപകരെയും ജീവനക്കാരെയും വിദ്യാർത്ഥികളെയും നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. ഡിഗ്രിക്ക് ഹിന്ദി സെക്കൻഡ് ലാംഗ്വേജ് എടുത്ത് പഠിച്ച ക്ലാസ് മുറിയിലെത്തിയ സലാമിനെ അന്ന് പഠിപ്പിച്ച അധ്യാപികയും ഹിന്ദി മേധാവിയും യൂണിവേഴ്സിറ്റി കൗൺസിൽ അംഗവുമായ ഡോക്ടർ ജ്യോതിശ്രീ ബാലകൃഷ്ണനെ അതേ ക്ലാസ്സിൽ വെച്ച് കണ്ടുമുട്ടി. H. സലാമിനെ പോലെയുള്ള പൊതുപ്രവർത്തകർ ഈ കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥികളായി എത്തിയതിലും സലാമിനെ പഠിപ്പിക്കുവാനായതിലും അഭിമാനമുണ്ടെന്ന് ജ്യോതിശ്രീ പറഞ്ഞു. വിദ്യാർത്ഥികൾ റോസാപ്പൂക്കൾ നൽകിയും ഷാൾ അണിയിച്ചും സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു. തുടർന്ന് പുന്നപ്രയിലെ സഹകരണ എഞ്ചിനീയറിംഗ് കോളേജ്, സാഗര സഹകരണ ആശുപത്രി എന്നിവിടങ്ങളിലും സന്ദർശിച്ച് വോട്ട് അഭ്യർത്ഥിച്ചു. മലയാള വിഭാഗം മേധാവി ഡോക്ടർ S. അജയകുമാർ, AKPCTA യൂണിറ്റ് സെക്രട്ടറി ഡോക്ടർ R. കാർത്തിക, പ്രസിഡന്റ് ഡോക്ടർ രാജേഷ്, ഡോക്ടർ ബിബിൻ K. ജോസ്, SFI യൂണിറ്റ് സെക്രട്ടറി റിസ്വാൻ, പ്രസിഡന്റ് ജിസ്വാൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് സൽമാൻ ഫൈസൽ, സെനറ്റ് അംഗം സൗരവ് സുരേഷ്, CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ J. വിനോദ് കുമാർ, PU ശാന്താറാം, കേപ്പ് എംപ്ലോയീസ് യൂണിയൻ CITU സംസ്ഥാന ട്രഷറർ A. അരുൺലാൽ, പ്രസിഡന്റ് രണ തേജസ്, ട്രഷറർ KU ഹരീഷ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം രാജീവ്, കേപ്പ് കോൺട്രാക്ട് എംപ്ലോയീസ് യൂണിയൻ സെക്രട്ടറി KU മധു, രാജീവ്, കേരള നഴ്സസ് യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് നിഷ സൂസൻ ഡാനിയൽ, നഴ്സസ് യൂണിയൻ സാഗര യൂണിറ്റ് സെക്രട്ടറി R. രമ്യ, നഴ്സസ് യൂണിയൻ യൂണിറ്റ് പ്രസിഡന്റ് MG ഷിനി, ഷംന എന്നിവരും H. സലാമിന് ഒപ്പമുണ്ടായിരുന്നു. പവർ ലിഫ്റ്റിംഗ് ഇന്റർനാഷണൽ കോച്ച് കോഴ്സ് ലെവൽ 2 പരിശീലനത്തിന് ആലപ്പുഴയിൽ തുടക്കമാകും. ഈ മാസം 18 മുതൽ 22 വരെ ആലപ്പുഴ റമദ ഹോട്ടലിലാണ് പരിശീലന പരിപാടി നടക്കുന്നത്. കോച്ച് കോഴ്സ് കൂടുതലും നടക്കുന്നത് യൂറോപ്പിൽ, USA എന്നിവിടങ്ങളിലാണ് നടക്കുന്നത്. കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് ഏഷ്യയിൽ
3-4 സ്ഥലങ്ങളിൽ വെച്ച് നടത്തുകയുണ്ടായി. ഡയറക്റ്റ് IPF ഇൻ്റർനാഷണൽ പവർ ലിഫ്റ്റിംഗ് ഫെഡറേഷൻ തന്നെയാണ് നടത്തുന്നത്. നമുക്ക് ഇത്തവണ ഒരു റിക്വസ്റ്റ് ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ അത് ഇന്ത്യയിൽ വെച്ച് നടത്താനായിട്ട് അനുവാദം നൽകി. അത് ഇന്ത്യയിൽ ആലപ്പുഴയിൽ വെച്ച് നമുക്കൊരു സൗകര്യമായിട്ടുള്ളൊരു സ്ഥലം എന്നുള്ള നിലയ്ക്ക് ആലപ്പുഴയിൽ വെച്ച് നടത്തുകയാണ്. ഇൻ്റർനാഷണൽ നമുക്കെല്ലാ ഫെസിലിറ്റിയും ഇവിടെ ഉള്ളതുകൊണ്ട് അതിവിടെ വെച്ച് നടത്തുകയാണ്. അതിൽ പവർ ലിഫ്റ്റിംഗ് ഇന്റർനാഷണൽ കോഴ്സ് ലെവൽ 2-ഉം ബേസിക് ട്രെയിനർ കോഴ്സും ആലപ്പുഴയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇന്റർനാഷണൽ പവർ ലിഫ്റ്റിംഗ് ഫെഡറേഷൻ, ഏഷ്യൻ പവർ ലിഫ്റ്റിംഗ് ഫെഡറേഷൻ, പവർ ലിഫ്റ്റിംഗ് ഇന്ത്യ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഈ മാസം 18 മുതൽ 22 വരെ ആലപ്പുഴ റമദ ഹോട്ടലിൽ വെച്ചാണ് ട്രെയിനിംഗ് കോഴ്സ് നടത്തുന്നത്. ഇന്റർനാഷണൽ പവർ ലിഫ്റ്റിംഗ് ഫെഡറേഷനിലെ പ്രഗത്ഭരും പരിചയസമ്പന്നരുമായ പരിശീലകരും റഫറിമാരും അടങ്ങുന്ന പാനൽ തയ്യാറാക്കിയ കോച്ചിംഗ് മോഡ്യൂളുകൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങളും പ്രൊജക്ടറുകളും ഇന്റർനാഷണൽ പവർ ലിഫ്റ്റിംഗ് ഫെഡറേഷനിലെ പ്രഗത്ഭരും പരിചയസമ്പന്നരുമായ പരിശീലകരും റഫറിമാരും അടങ്ങുന്ന പാനൽ തയ്യാറാക്കിയ കോച്ചിംഗ് മോഡ്യൂളുകൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങളും പ്രൊജക്ടറുകളും ഇന്റർനാഷണൽ പവർ ലിഫ്റ്റിംഗ് ഫെഡറേഷൻ മാനദണ്ഡപ്രകാരമുള്ള വെയ്റ്റ് സെറ്റുകളും ഇതര ഉപകരണങ്ങളും ഉപയോഗിച്ചുകൊണ്ടായിരിക്കും പരിശീലനം നടത്തുക. പരിശീലനത്തോടൊപ്പം ഇന്റർ ആക്റ്റീവ് സെക്ഷനുകളിൽ പഠിതാക്കൾക്ക് സംശയ നിവാരണത്തിന് അവസരം ലഭിക്കും. തിയറി ക്ലാസുകളും പ്രാക്ടിക്കൽ ക്ലാസുകളെയും തുടർന്ന് നടക്കുന്ന പരീക്ഷയിൽ വിജയിക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. അർജുന PJ ജോസഫ്, PS ബാബു, അജിത് S നായർ, PP രാജീവ്, S മഞ്ജുഷ, S സൂരജ് എന്നിവർ ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 10ഓളം ജില്ലാ ടീമുകൾ മാറ്റുരച്ച സൗത്ത് സോൺ IGP ഇന്റർ ഡിസ്ട്രിക്ട് ക്രിക്കറ്റ് ടൂർണമെന്റിൽ ജില്ലാ പോലീസ് മേധാവി MP മോഹനചന്ദ്രൻ ഉൾപ്പെട്ട ആലപ്പുഴ ജില്ലാ പോലീസ് ടീം ചാമ്പ്യന്മാരായി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ SUCI കമ്മ്യൂണിസ്റ്റ് സംസ്ഥാനത്തെ 32 മണ്ഡലങ്ങളിൽ മത്സരിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. 59ാമത് കളക്ടറായി K ഇമ്പശേഖർ ചുമതലയേറ്റു. ചുമതല ഒഴിഞ്ഞ കളക്ടർ അലക്സ് വർഗീസിൽ നിന്നുമാണ് അദ്ദേഹം ഔദ്യോഗിക ചുമതല ഏറ്റുവാങ്ങിയത്. പ്രീ ഡിഗ്രിക്കും തുടർന്ന് ഡിഗ്രിക്കും പഠിച്ച ആലപ്പുഴ ST കോളേജിൽ അധ്യാപകരോടും വിദ്യാർത്ഥികളോടും വോട്ട് അഭ്യർത്ഥിച്ച് H സലാം എത്തി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.